ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2022 ഞാൻ ഫസ്റ്റ് ബാംഗ്ലൂർ വിസിറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ജോബ് ഇൻ്റർവ്യൂവിൽ തന്നെ സെലക്റ്റഡായി ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് എൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു ബാംഗ്ലൂർ. ബാംഗ്ലൂർ ഡേയ്സ് കാണാത്തതായിട്ടുള്ള ആരും കാണില്ല. അപ്പോൾ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് അടിച്ച് പൊളിക്കണം എന്ന് വിചാരിക്കും. സോ ഞാൻ വന്നിട്ട് 2022, 23, 24 ഡിസംബർ ആണ് ജോബ് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നത്. So 3 years I was there in Bangalore, but I never visited Nandi Hills. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട്, കോളേജ് ഫ്രണ്ട്സ്, സ്കൂൾ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, നന്ദി ഹിൽസ് പോകാനാണ്, എന്തെങ്കിലും സജഷൻ ഉണ്ടോ, എത്ര ദൂരമുണ്ട്, അതേപോലെ അവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഐ വാസ് ലിറ്റിൽ എംബാരസ്ഡ്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വില അറിയില്ല. ഞാൻ എപ്പോൾ നാട്ടിൽ വന്നോ ദാറ്റ് ടൈം ഐ ഫൗണ്ട് മൈ സെൽഫ് മിസ്സിങ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബാംഗ്ലൂർ. ബിക്കോസ് ചില മെമ്മറീസ്, അതേപോലെ തന്നെ ചില വിഷസ് ഹാഡ് നെവർ കം ട്രൂ. കാരണം ബാംഗ്ലൂർ ഇല്ലാത്ത ആൾക്കാർ വരെ അറ്റ്ലീസ്റ്റ് നന്ദി ഹിൽസ് വൺസ് ഓർ ട്വൈസ് അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 3 വർഷമായിട്ട് നിന്നിട്ട് ഞാൻ ഒരൊറ്റ തവണ പോലും നന്ദി ഹിൽസ് പോവാമെന്നുള്ളൊരു എഫേർട്ട് എടുത്തിട്ടില്ല. അതാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേടായിരുന്നു. അങ്ങനെ എപ്പോഴോ മനസ്സിൽ കയറി കൂടിയൊരാഗ്രഹമായിരുന്നു, ബാംഗ്ലൂർ വേഗം പോകണം, ഇപ്പോഴത്തെ ഓഫീസിൽ നിന്ന് ഒരു 3 days ലീവ് എടുക്കാം, കുറച്ച് ഫ്രണ്ട്സിനെ പോയി കാണാം, എന്നിട്ട് നന്ദി ഹിൽസ് ഒന്ന് പോവാമെന്നുള്ളൊരു പ്ലാൻ. അങ്ങനെ ആഗ്രഹിച്ചതുപോലെ നേരെ ബാംഗ്ലൂർ വിട്ടു. ഡേ 2 വാസ് ഓൾറെഡി റിസർവ് നന്ദി ഹിൽസ്. രാവിലെ 3:30 എഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡിയായി. പോകുന്ന റോഡ് ഫുള്ളും നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. നല്ല സ്വെറ്ററും ഹെഡ് ക്യാപ്പും ഒക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷെ എന്നാലും അവിടെ ചെന്നിട്ട് നല്ല രീതിക്ക് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് തണുപ്പാണ്. സ്റ്റെപ്പൊക്കെ കയറി നടന്ന് പോകുമ്പോഴത്തേക്കും കുറേ ബെഞ്ചസ് ഉണ്ട്. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റില്ല. അടിപൊളി സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ അത്ര ക്രൗഡഡ് അല്ലായിരുന്നു ഞാൻ പോയപ്പോൾ. ഭയങ്കര പീസ്ഫുൾ, കാമായിരുന്നു. ഹിൽ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഫുള്ള് ടൗണ് കാണാം. അതാണെങ്കിൽ ഫുള്ള് ക്ലൗഡും ഫോഗും കൊണ്ട് ഫുള്ള് കവേർഡാണ്. കുറച്ച് വിൻഡ് വന്നടിക്കുമ്പോൾ അതൊന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. സീരിയസ്ലി ദ വ്യൂ വാസ് അമേസിങ്. കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്ത് നിൽക്കാൻ ടൈം പോകുന്നത് നമ്മളറിയില്ല. കുറച്ചൊന്ന് നടന്നു പോയപ്പോഴത്തേക്കും ഐ സോ ഫ്യൂ കോട്ടേജസ് ദർ. ലൈക്ക് ഇപ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് എൻജോയ് ചെയ്യണം, കുറേ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി സ്റ്റേ ദർ. എൻജോയ് ചെയ്ത് വലിയ കാര്യത്തിൽ തുള്ളിച്ചാടി നടന്നു പോയപ്പോൾ അറിഞ്ഞില്ല ഈ പോയ വഴിയൊക്കെ ഞാൻ തിരിച്ചു കയറണം എന്നുള്ളത്. കാരണം പോയ വഴി തിരിച്ച് വന്നാലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആക്ച്വലി ബാംഗ്ലൂരിൽ നിന്ന് 60 കിലോമീറ്റർ ഉണ്ട് നന്ദി ഹിൽസിലേക്ക്. പിന്നെ ഇത് കുറേ ഹിസ്റ്ററി പരമായിട്ടുള്ള ടിപ്പു സുൽത്താൻ്റെയും ചോള രാജാവിൻ്റെ ഒക്കെ കഥകൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ മെൻഷൻ ആക്കിയിരിക്കും. ഹിസ്റ്ററിയോട് പിന്നെ അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലുതായിട്ടൊന്നും നോക്കിയില്ല. ചെറിയ ചെറിയ ഒരു ബിറ്റ് ഓഫ് കാര്യങ്ങൾ മാത്രം ഞാൻ അവിടെ ഇരിക്കുന്നത് വായിച്ചുള്ളൂ. തിരിച്ചു വരുന്ന വഴി ഐ കെയിം അക്രോസ് ടു സീ ദിസ് അമൽ സരോവർ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ബേസിക്കലി അവർ ബിൽഡ് ചെയ്തത് വന്നിട്ട് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അവർക്ക് ആ ഒരു ഫ്രഷ് വാട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയാണ്. ഹിസ്റ്ററി പഠിക്കാൻ വലുതായിട്ട് ഇഷ്ടമല്ലെങ്കിലും ഹിസ്റ്ററി പരമായിട്ടുള്ള സ്ഥലത്ത് പോകാനൊരു ഇഷ്ടമുണ്ട്. കാരണം ഇങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. അതിൻ്റെ അകത്ത് വന്നിട്ട് നല്ല അടിപൊളി ഫിഷസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി നിന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും, അവരതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ടോപ്പിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു കുരങ്ങന്മാരെ പോലും ഞാൻ കണ്ടില്ല. തിരിച്ച് വരുന്ന വഴിയിലാണ് കണ്ടത്. അങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. സെയിം ഒരു സ്പോട്ടിൽ വന്നിട്ട് ഒരു ഓറഞ്ച് ട്രീ ഉണ്ട്. നമുക്ക് ആ ഓറഞ്ച് പറിച്ച് തിന്നാനൊന്നും പറ്റില്ല, അവിടെയുള്ളവർ ഒന്ന് അടിച്ചു പോലും. ചുമ്മാ എൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വരാം. എല്ലാ വ്യൂ കണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 10 o'clock ആയിരുന്നു. ഈവൻ ദെൻ ആ ഒരു ഫോഗും ആ ഒരു തണുപ്പും ഒക്കെ സ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു അമേസിങ് കുട്ടി ട്രിപ്പായിരുന്നു. ഐ ട്രൂലി എൻജോയ്ഡ് എവറി മൊമെൻറ്റ് ഐ സ്പെൻഡ് ദെയർ ആൻഡ് ഇറ്റ് വാസ് ആൻ അൺഫർഗറ്റബിൾ എക്സ്പീരിയൻസ്.
That's it. Thank you so much for watching my video. Until next time, see you in the next story. Bye bye.